കാന്തമലയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കാന്തമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇവിടെ സൗദികൾ വാദി ജിന്ന്, അതായത് ജിന്ന് മല എന്ന് പറയുന്നുണ്ട്. ജിന്ന് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. പിന്നെ ഷെയ്ത്താനാന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ഭൂമിയുടെ ആകർഷണ ശക്തിയാണെന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങോട്ട് ബസ് കയറി വരുന്ന സമയത്ത് കണ്ടു, സാധാരണഗതിയിൽ നാം എല്ലാം വാഹനം ഓടിക്കുന്ന ആളുകളാണ്. ഏതൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എത്ര ലോങ്ങിൽ വാഹനം ഓടുകയാണെങ്കിലും ഒരു 80 കിലോമീറ്റർ, ഒരു 80 വരെയാണ് സാധാരണ ഹീറ്റ് ആവാറുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഹീറ്റർ ഗേജ് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് വാഹനത്തിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, എൻജിൻ പണിയായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ വാഹനം നാം കാണുന്ന രൂപത്തിൽ നമുക്കറിയാം വലിയൊരു കയറ്റമായിട്ടൊന്നും തോന്നുന്നില്ല. ഏകദേശം ഒരു പരന്ന രൂപത്തിൽ തന്നെയാണെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ഹീറ്റർ ഗേജ് കയറി കൊണ്ടേയിരിക്കുകയായിരുന്നു. 90 വരെ എത്തിയപ്പോഴും നമ്മൾ ഡ്രൈവേഴ്സ് എന്ത് ചെയ്തു, ആക്സിലേറ്റർ കുറച്ച് ഹീറ്റർ ഗേജ് വീണ്ടും മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ സാവധാനം വന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ അവർ ആക്സിലേറ്റർ നല്ലവണ്ണം കൊടുത്ത് ഈ കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ നാം ഒരുപക്ഷെ ഇവിടെ നിൽക്കേണ്ടി വരും. ഇതാണ് ഈ മലയുടെ പ്രത്യേകത. ഈ കയറ്റം അങ്ങനെ ഹൈ സ്പീഡിൽ കയറി വന്നു കഴിഞ്ഞാൽ ഓവർ ഹീറ്റായി വാഹനം സഡൻ ബ്രേക്കായി ഈ എൻഡിലൂടെ വന്ന് നിൽക്കും. അത് ഒഴിവാക്കാനാണ് ഡ്രൈവേഴ്സ് വളരെ സാവധാനം ഡ്രൈവ് ചെയ്ത് സാവധാനം ആക്സിലേറ്റർ കൊടുത്ത് 90-100 ഇടയിൽ ഹീറ്റർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ നാം വരുന്ന സമയത്ത് റോഡിൻ്റെ വലതുവശത്തോ ഇടതുവശത്തുമായിട്ട് നിർത്തിയിട്ട് ചെക്ക് ചെയ്യുന്നത് കണ്ടു. വാഹനം ഇങ്ങോട്ട് വരുന്ന വാഹനം നിർത്തിയിട്ട് ആ ഇറക്കത്തിൽ നിർത്തിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി വാഹനം റിവേഴ്സിലേക്ക് കയറി പോകുന്നത് കാണാൻ കഴിഞ്ഞു. അങ്ങോട്ടേക്ക് പോകുന്ന വാഹനം ടാർ ചെയ്ത റോഡിൽ നിന്ന് ഇറക്കി നിർത്തിയതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി വാഹനം കയറി പോകുന്നത് കാണാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ പോയി നമ്മുടെ വാഹനം ഇതേപോലെ നിർത്തിയതിനേക്കാൾ കുറച്ചുകൂടി പുറത്തേക്ക് ടാറിട്ട റോഡിൽ നിന്ന് ഇറക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വലിയ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഈ കയറ്റം കയറുന്ന ദൃശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് കാണും. അത് കാണാനുള്ള ഭാഗ്യം അല്ലാഹ് നമുക്ക് ഒറ്റ നൽകട്ടെ. ഡ്രൈവറില്ലാതെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓഫ് ചെയ്ത് ന്യൂട്രലിട്ട് കഴിഞ്ഞാൽ ഓഫാക്കി ഇട്ട വണ്ടി പിന്നെ ഡേഞ്ചർ ആകുന്നതുകൊണ്ട് ഓടി നമ്മൾ ചാടിക്കയറണം. കാരണം ഇവിടെയൊക്കെ ഹൈഡ്രോളിക് വാഹനങ്ങളാണ്. സ്റ്റാർട്ടിങ്ങിലല്ല എന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ്, പെട്ടെന്ന് ചവിട്ടിയേ കിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഡോറിലൊക്കെ ഇവിടെ റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ എപ്പോഴും സൗദികൾ പോയിട്ട് അവിടെ ടേൺ ചെയ്യാൻ കഴിയാതെ അപകടത്തിൽപ്പെട്ട് എപ്പോഴും ആംബുലൻസ് കൊണ്ടുപോകലായിരുന്നു. അതുകൊണ്ട് വണ്ടി ഹൈ സ്പീഡിലാണ് താഴോട്ടേക്ക്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തോ തിരിച്ചു പോകുന്ന സമയത്ത് ഹൈ സ്പീഡിലാണ് വണ്ടി പോയത്. വണ്ടി കയറിക്കോളൂ നമുക്ക് എന്താ